പഠിച്ചവനെ തീരെ വയ്യല്ലോ. വയറൂരെയൊക്കെ വേദനിച്ചിട്ട് വയ്യ. ഓ, തമ്പുരാട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നോ? എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഫുൾ ടൈം ഈ ഇരിപ്പ് മാത്രമേ ഉള്ളൂ. ഉമ്മ, എനിക്ക് തീരെ വയ്യ. ഭയങ്കര ഊരവേദനയും വയറുവേദനയുണ്ട്. അടിച്ചു വരാൻ തീരെ വയ്യ. കുറച്ച് നേരം ഇരിക്കട്ടെ. അനക്കെപ്പോഴാ ക്ഷീണം ഇല്ലാതിരുന്നു? ഫുൾ ടൈം ക്ഷീണമാണ്, ഏത് നേരം ക്ഷീണം. എപ്പ നോക്കിയാൽ ഈ ഇരിപ്പാണ്. ഈ ആൾക്കാരൊക്കെ ഈ ഗർഭം ധരിച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഏത് നേരം ഇങ്ങനെ ഇരിക്കാനും പറഞ്ഞോണ്ടാണോ? എന്താ ഇതിങ്ങനെ? നീ അവിടെ ഇരിക്കാതെ എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക്. വല്ലവരും കയറി വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവിടും. ഇരുന്ന് എന്താണ് ഇത്? എന്തെങ്കിലും ചെയ്യാൻ നോക്ക് വേഗം. എന്താ എന്റെ പരിപാടി? ഒരേ പണിയും കഴിഞ്ഞാ? എന്റെ ക്ഷീണമൊന്നും ഇതിനെ മാറിയില്ല. ഭയങ്കര വയറുവേദനയും നടുവേദനയൊക്കെ ഉണ്ട്. ഊര പൊട്ടി പോവാണ്. അത് പറഞ്ഞപ്പോ ഉമ്മച്ചി തന്നെയാണ് ചീത്ത പറയുക. നീ ഉമ്മച്ചി പറയാൻ കുറച്ച് കാര്യങ്ങൾ കേക്ക്. ഓപ്പറേഷൻ എനിക്ക് ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ ഹലോ ഹലോ ഇവര് രണ്ടാളും എന്താ ഇങ്ങനെ? ഇവരുടെ മോളോടൊക്കെ ആണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമോ?
ഓ, അനക്ക് ഏത് നേരം ഇരിപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ അടിക്കാനും വാരാനൊക്കെ എന്തോരം കിടക്കുന്നു. പുറത്തുനിന്ന് ഒരാൾ കയറി വന്നാൽ ഇവിടെ കിടക്കുന്ന തോരം കണ്ടോ? ഈ ഇരിപ്പ് കൊണ്ട് തന്നെ എന്റെ മോന്റെ പൈസ ഫുള്ള് കളയിക്കും. നോക്കിക്കോ, ഇരുന്ന് എന്റെ മോനെ ഓപ്പറേഷന്റെ ഒരു അവസ്ഥ വരെ എത്തിക്കും. എന്റെ കുടുംബക്കാർ കൊട്ടക്കണക്കിനാണല്ലോ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. എണീറ്റ് പോയി വല്ല പണിയെടുക്കാൻ നോക്ക്, ഈ ഇരിപ്പിരിക്കാതെ. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ്. ഭയങ്കര വേദനയാണ്. വയറിനോട് നോക്കുന്നുമ്മ. ഞാൻ ചെയ്തോളാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ ഉമ്മ. തുടക്കം നിൽക്കുമോ? ഫോണ് കൊണ്ടൊക്കെ എവിടെ പോവുക? തമ്പുരാട്ടി ഇനിയിപ്പൊ അതെടുത്തിട്ടേ തുടക്കുള്ളൂ. ഇതും കൊണ്ടൊക്കെ തുടച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഏത് നേരം ഈ ഫോണ് കൊണ്ടൊട്ട് നിലത്ത് ചെളിയും കാര്യങ്ങളൊന്നും പോകില്ല. ഇച്ചിരി കുനിഞ്ഞും നിവർന്നും ഒക്കെ തുടയ്ക്കണം. എനിക്ക് മാത്രമേ നല്ല പ്രസവമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതും കൊണ്ടൊക്കെ തുടച്ചാൽ മതി. ഇത് എന്തേ കാണിക്കണേ? ഒന്നുമില്ലടി, ഞാനിവിടേക്ക് തുടക്കുകയായിരുന്നു. ഇതേനോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനത്തെ കട്ടിപ്പണികളൊന്നും എടുക്കരുത്, കുനിഞ്ഞു നിവർന്നൊന്നും ചെയ്യരുത്. നീ കഴിഞ്ഞ ദിവസം കൂടി അല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇതിന്റെ കഴുത്തൽ എവിടുന്നാന്ന് എനിക്കറിയാം എത്താ. എൻ്റെ ഉമ്മച്ചിയല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്തിപ്പോ അവിടെ എനിക്ക് നിങ്ങളായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ ആരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. ഇവിടെ തുടയ്ക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു. ആരോടെ വർത്താനം പറയുന്നത് ഓർത്തുപോയി. എന്താ വിശേഷിച്ച് നിനക്ക്? ഉമ്മച്ചിക്ക് ഇത്രയും കണ്ണിച്ചോറില്ലാണ്ടായി പോയോ ഉമ്മച്ചി? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ കുട്ടിയല്ലേ എന്റെ വയറ്റിൽ കിടക്കുന്നത്? കട്ടിപ്പണികളൊന്നും എടുക്കരുതെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ ഈ തുടപ്പിക്കാനും അടുപ്പിക്കാനൊക്കെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഉമ്മച്ചിക്ക്? ആ കുഞ്ഞ് വേറെ ആരുടെയും കുഞ്ഞല്ലല്ലോ, നമ്മുടെ കുഞ്ഞല്ലേ. അതിന് നന്നായി കിട്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ?
ഒരു വീട്ടിലെ പണിയെടുത്തു വിചാരിച്ചിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ പണിയെടുത്തെന്ന് വെച്ചാൽ ഇത് മാത്രമുള്ള പണിയൊന്നുമില്ല. ഇവിടെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നോ? ഇവിടെ പത്തനത്ത് പിടിച്ചോണ്ട് വന്നിരിക്കുവോ? ഇത് തന്നെ ആയിരിക്കും ഉമ്മച്ചി എന്നോടും കാണിക്കുന്നുണ്ടാവുക. ഇതൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഒരുങ്ങി ഡ്രസ്സും എടുത്തോ, ഞാൻ നിങ്ങളെ കുടുംബത്തിൽ കൊണ്ടാകാം. അവിടെ നിന്നോ, ഒരു സമാധാനം കിട്ടുമല്ലോ. ആരുടെയും കുത്തുവാക്കിലും ഈ കട്ടിപ്പടിക്കുന്നു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുങ്ങിക്കോ, അല്ലെങ്കിൽ റൂമിലേക്ക് പോയിക്കോ, ഞാൻ വരാം. എന്തു പറ്റീത്താ? എന്തിനാ കരയുന്നേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഇത്താനെ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഇത്താ, എന്തെങ്കിലും ഒരു വെള്ളമെങ്കിലും കുടിക്കിത്താ. എത്ര ദിവസമായി ഇങ്ങനത്തെ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? നിങ്ങളെല്ലാരും കൂടി ഇനി എന്ത് പറഞ്ഞു? എന്റെ കുട്ടീനെ എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇവിടെ ഉമ്മയും ആങ്ങളെയും കൂടിയല്ലേ എന്റെ കുഞ്ഞിനെ കൊന്നതാ. ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യം. എനിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ എന്റെ കുട്ടിയായിരുന്നു. അതും ഇല്ലാണ്ടാക്കിയില്ലേ. അവനാണല്ലോ വിളിക്കുന്നത്. ഹലോ, ഇത്ത ഫോൺ എടുക്കുന്നില്ല, അതാ ഞാൻ എടുത്തത്. നിനക്കിപ്പോ സമാധാനായോ? അല്ലടോ, ഉമ്മേനെ അനുസരിക്കണ്ട എന്നൊന്നുമല്ല. ഒരിക്കലും ഉമ്മമാരെ അനുസരിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല കാര്യത്തിലൊക്കെ ആണെങ്കിൽ അനുസരിക്കാം. നിനക്ക് നിന്റെ ഭാര്യയാണ്, മക്കളാണ്. ആ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ ഉമ്മ പറയുന്ന കേട്ട് ഇങ്ങനെ നിൽക്കൂലായിരുന്നല്ലോ. ഇപ്പൊ നല്ലൊരു തങ്കക്കുടം പോലെ ഒരു കുഞ്ഞിനെ നിന്റെ കയ്യിൽ കിട്ടൂലായിരുന്നു. ഉമ്മയും മോനും കൂടെ അതല്ലേ ഇല്ലാണ്ടാക്കിയത്. എന്ത് ചെയ്തുന്നോ? എന്താ ചെയ്യാത്തത്? എന്താ ചെയ്യാത്തത്? എല്ലാ കാര്യങ്ങളും അതിന് ചെയ്തില്ലേ? നിനക്ക് ഒരുപാട് ന്യായങ്ങളുണ്ടാവും. ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് കൊടുക്കേണ്ട പരിഗണന അപ്പൊ തന്നെ കൊടുക്കണം. ഉമ്മച്ചി പറഞ്ഞതും കേട്ട് മോനിരുന്നോ? ഇപ്പൊ എന്താ ഉണ്ടായേ? ശരി, വെക്ക്.
നിങ്ങൾക്കിപ്പോൾ സമാധാനമായോ? ഉമ്മച്ചിക്ക് മൗനം? നിങ്ങളുടെ വാശി കൊണ്ടും നിങ്ങളുടെ ദേഷ്യം കൊണ്ടും പോയതൊരു ജീവനാണ്. ആ ജീവനെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. എപ്പോഴും കയറി വരുന്ന പെണ്ണുങ്ങളെ മാറ്റി നിർത്തുന്നതുകൊണ്ടാണ് ഞാനും മറ്റൊരു വീട്ടിൽ കയറി ചെന്നതാ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഉമ്മച്ചിക്ക്. അവിടുത്തെ ഉമ്മമാർ എന്നോട് അതുപോലെ പെരുമാറുമ്പോഴേ ഉമ്മച്ചിക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഈ ഇരിക്കുന്നതിന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ മോളായി കണ്ടിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു കുഞ്ഞുണ്ടാവുമല്ലോ. ആ കുഞ്ഞിന്റെ ജീവൻ നിങ്ങളായിട്ട് തന്നെയാണ് കളഞ്ഞത്.